കഴിക്കാനെത്തിയ മണവാട്ടിക്ക് അച്ചപ്പം കൊടുക്കാത്തതിനാണ് കൂട്ടയടി. അച്ചപ്പത്തിന് വേണ്ടി മണവാട്ടി അപ്പീലിന് പോയി. അപ്പിടാൻ പോയി. അപ്പീലിന് പോയി. ഹലോ, എന്തേടി അച്ഛൻ കുളിമുറി വീണോ? എടി എടുത്ത് മാറ്റിക്കെടുത്ത് എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ? നീ ഇത് ഇന്നലെ എന്റെ അച്ഛൻ വീട്ടില് ബക്കച്ചിക്ക ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ എന്താവാനായിട്ട് രാവിലെ വൈകിട്ട് മൊന്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു തന്തയുടെ ഓരോരോ കാര്യങ്ങൾ. പറയാണ്ടിരിക്കാൻ പറ്റൂല. എന്റെ ക്രിയേറ്റിവിറ്റിനെ വരെ സീരിയൽ ബാധിച്ചു. എന്തെന്നാക്കല് കൊച്ചിലെ എല്ലാരും കാക്കയെ കാക്കയെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോന്നൊക്കെ പാടി നടന്നപ്പോ ഞാൻ പാടിയത് ആശാകുശല്ലേ പെണ്ണുണ്ടോ പെണ്ണിനൊരു മിന്നുണ്ടോന്നൊക്കെയായിരുന്നു. മൂത്രാശയത്തിന്റെ ഈ മരുന്ന് കൊണ്ട് കുടിക്കുക. ഇതെന്താ പറയുന്നത്? ഇതാണ് ഗോമൂത്രം. അയ്യോ പശുവിന്റെ മൂത്രമാണ് ഞാൻ കുടിക്കത്തില്ല. അല്ല പശുവിന്റെ മൂത്രമല്ല, ഇത് കുടിക്കാൻ മൂത്രം ഗോമൂത്രം ചീറ്റി അങ്ങ് പോയിക്കോളും മൂത്രം. ഹലോ മുത്തേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ കൊടുക്കാൻ ബർത്ത്ഡേ വിഷയം ഇരിക്കും. അയ്യോ ഞാൻ പറഞ്ഞില്ല, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മതി. ഹലോ മുത്തേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേ? എന്റെ വീട് എവിടെ? എന്റെ വീട് ആക്കണം. പട്ടി നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? നിന്റെ വീട് ഇവിടെ. സാർ സാർ, എന്റെ ഉത്തരക്കടലാസിൽ അതിനു മുമ്പേ ആരോ കയറി ഉത്തരവ് എഴുതിയിരിക്കുന്നു സാർ. എടാ അത് ചോദ്യപ്പുറപ്പറാടാ പ്രാന്ത. സോറി സാർ. ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ചതാ. മണ്ടനാണോ ഇയാള്? ബുദ്ധിയുമില്ല വിവരമില്ല നടക്കുക. റിസീവർ എടുത്ത് ചെവി എപ്പോഴല്ലേ കേക്കത്തുള്ളൂ. എന്താ മനുഷ്യനായിരുന്ന? ഞാൻ വിചാരിച്ച ചായക്കട വറുത്ത് വെച്ചേക്കണ വാഴക്കാപ്പ് ഇറങ്ങി ഓടി വന്നായിരിക്കും. ഭയങ്കര ഫീസാ, ഭയങ്കര ഡൊണേഷൻ. മാസം മാസം ഫീസ്, അതിന് ഫീസ്, ഇതിന് ഫീസ്, അങ്ങനെ ഫീസ്, ഇങ്ങനെ ഫീസ്, മാസം മാസം ബസ് ഫീസ്. ഇവിടെ ബസ് ഫീസ് പോലും ഇല്ല, ബസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അവളും തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞു. അവളുടെ നമ്പർ നിന്റെ അടുത്ത് എന്നെ നാക്കൊണ്ട് പറഞ്ഞു. നീ ഓർത്തോ? ഇല്ല, ആ ബാത്റൂമിൽ എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എടുക്കും. ഞാൻ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ആനയുടെ അടിയിലേക്ക് പോകണ്ടട്ടാ. പഴാന്ന് പറഞ്ഞാൽ പിയൂണ് സരസൻ ചേട്ടൻ എന്താ പറ്റിയതാ? ഓ ലാബിൽ ചെന്ന് സ്പിരിറ്റാണെന്ന് പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡ് കുടിച്ചടി. HME നോക്കുമ്പോ രാവിലെ 2 അസ്ഥി കൂടെ, ഒന്നിന് താടിയുണ്ട് മുടിയുണ്ട്. എന്റെ മുടിഞ്ഞാനേ എത്ര കാലമായി കണ്ടിട്ട്. പക്ഷെ 6ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇത്രയല്ലേ നീ? എന്താന്ന് അറിയത്തില്ലടി, ഞാൻ അങ്ങ് വളരുവാ. സാധാരണ എന്തെങ്കിലും ചെറ്റവർത്താനം പറയുന്നവരെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ സാറിനെ പോലെ ഒരു മാന്യം പറയുമ്പോ എങ്ങനെയാ ഞാൻ ചെയ്യാതിരിക്കുന്നത്? എണ്ണ അടിക്കാനല്ല പറയേ, വണ്ടിയിൽ എണ്ണ അടിക്കാനാ പറയേ. ഉറുമിന്ന് പാമ്പ് ചുറ്റും പോലെ ചുറ്റി ഞാൻ പിടി പിടിച്ചൊരു ഒറ്റ വലിച്ചു കഴിഞ്ഞത് മത്തിയൊക്കെ വറക്കാൻ വേണ്ടി വരഞ്ഞു വെച്ചില്ലേ, അതുപോലെ. പിന്നെ അവര് തന്നെ എടുത്തിട്ട് ആശുപത്രിയെ കൊണ്ട് ട്രിപ്പൊക്കെ തന്ന് രസമായിരുന്നു. അയ്യോ എടി നമ്മളോട് പഠിച്ചേ ഓരോരുത്തരോട് വായന ഈളാക്കി ഒലിപ്പിച്ചു വരുത്താൻ സുരേഷ് അവനിപ്പോ എവിടാ? സർവത്തുകട നടത്തുക. നിനക്ക് അങ്ങനെ അറിയാം? ആ സർവത്ത് വീണ കസ്കസാ ഞാൻ. വീടിനടുത്തുള്ള 98 വയസ്സുള്ള അപ്പൂപ്പൻ 2 ദിവസം കഴിഞ്ഞാൽ മരിക്കുന്ന ഡോക്ടർ പറഞ്ഞപ്പോ അപ്പൂപ്പന്റെ ഓക്സിജൻ മാസ്ക് വെച്ച ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്റെ അമ്മായി സേവ് ദ ഡേറ്റ്. ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് അമീർ ഖാൻ സ്റ്റൈലിൽ ഒരു പോസ്. അമീർ ഖാൻ സിനിമയിലെ അമീർ ഖാൻ. അല്ല മഹാരാജൻ, അന്തപ്പുറത്തിന്റെ വാതുകളെ ഇന്നലെ രാത്രി കാവൽ ചെയ്യുന്ന കാവൽക്കാരനെ കാണുന്നില്ല. അയ്യോ, ഇന്നലെ രാത്രി കുന്തം പിടിച്ചാൽ അവൻ കാവൽ ചെയ്യുന്നത് ഉറക്കം തൂങ്ങി കുന്തത്തിന്റെ മനക്കാതെ കാട്ടടിച്ച് കയറ്റി ആശത്തിന് പോയി. നേരം വെളുക്കുന്നതിന് വരെ ഞാൻ അവിടെ കാവൽ നിൽക്കേണ്ടി വന്നറിയാമോ?
എടുത്തോണ്ടിരിക്കണ ഒട്ടിയെന്ന ഇളക്കണ്ട.